ഓം ശരവണ ഭവ. എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് വളരെ പെട്ടെന്ന് നമുക്ക് ഫലം കിട്ടാൻ വേണ്ടി ചെയ്യേണ്ടുന്നൊരു കാര്യമാണ്. അതും ബ്രഹ്മമുഹൂർത്ത സമയത്ത്. ഇതിനു മുൻപ് ബ്രഹ്മമുഹൂർത്ത വിളക്കിനെ പറ്റിയും 21 ദിവസം തുടർച്ചയായി നമ്മൾ എഴുതുന്നതിനെ പറ്റിയുമൊക്കെ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവച്ചിരുന്നു. ഇത് രണ്ടും ചെയ്തിട്ട് ഫലം കിട്ടിയവർ ഇപ്പോഴും മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ കൂടുതലും 21 ഡേയ്സ് ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് എഴുതി ഫലം കിട്ടിയവരാണ്. ഒരുപാട് പേരുടെ മെസ്സേജ് വരുന്നുണ്ട്. ഒരുപാട് സന്തോഷവുമുണ്ട്. ഇപ്രാവശ്യം നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവയ്ക്കുന്നത്, ബ്രഹ്മമുഹൂർത്ത വിളക്ക് കത്തിക്കുമ്പോൾ നമ്മൾ ഒരേ ഒരു കാര്യം കൂടി ചെയ്താൽ, ഇത്ര നാളായിട്ടും നിങ്ങൾക്ക് ബ്രഹ്മമുഹൂർത്ത വിളക്ക് കത്തിച്ചിട്ട് ഫലം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു റെമഡി ചെയ്താൽ 100% ഷുവറാണ് നിങ്ങൾക്ക് ഫലം കിട്ടുക തന്നെ ചെയ്തിരിക്കും. അത് വളരെ എളുപ്പമാണ്, പ്രത്യേകിച്ച് ഒന്നും തന്നെ ഇല്ല. അപ്പം എന്താണ് ആ ഒരു റെമഡി, എങ്ങനെ ചെയ്യണം എന്നൊക്കെ നമുക്ക് നോക്കാം. ഇപ്പം ബ്രഹ്മമുഹൂർത്ത വിളക്ക് കത്തിക്കുന്നതിനെ പറ്റി നിങ്ങൾക്ക് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല. എങ്ങനെയാണ് ബ്രഹ്മമുഹൂർത്ത വിളക്ക് കത്തിക്കേണ്ടതെന്നും ആ വീഡിയോയിൽ വന്ന സംശയങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോ, അങ്ങനെ 2 വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് ഞാൻ അതിനു വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ട്. ബ്രഹ്മമുഹൂർത്ത വിളക്ക് കത്തിക്കുന്നത് നമ്മൾ 3:30-ക്കും 5:30-ക്കും ഇടയ്ക്കുള്ള ഒരു സമയമാണെന്നും 5 ദീപം കിഴക്കോട്ട് നോക്കിയാണ് കത്തിക്കുന്നതെന്നൊക്കെ എല്ലാവർക്കും അറിയാം. നമ്മുടെ ആഗ്രഹ സാധ്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ബ്രഹ്മമുഹൂർത്ത വിളക്ക് കത്തിക്കുന്നത്. ബ്രഹ്മമുഹൂർത്ത വിളക്ക് കത്തിച്ച് ഫലം കിട്ടിയിട്ടുള്ളവരാണ് കൂടുതൽ ആൾക്കാരും. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഒന്നും ചെയ്യുന്നില്ല. പക്ഷേ നമ്മൾ ഈ ഒരു ബ്രഹ്മമുഹൂർത്ത വിളക്ക് കത്തിക്കുമ്പോൾ, ഇപ്പം ചിലവർക്ക് ഇത്രയും നാളായിട്ടും യാതൊരു രീതിയിലുമുള്ള ഫലവും കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ളവർ ചെയ്യേണ്ടുന്ന ഒരു ചെറിയ റെമഡിയാണ് ഞാൻ പറയുന്നത്. സാധാരണ പോലെ ബ്രഹ്മമുഹൂർത്ത വിളക്ക് കത്തിക്കാൻ വേണ്ടിയിട്ട് എഴുന്നേൽക്കുക. കുളിക്കണമെന്നോ തലേ ദിവസം നോൺ വെജ് കഴിച്ചെന്നോ ഇതൊന്നും ബ്രഹ്മമുഹൂർത്ത വിളക്കിനെ ബാധിക്കുന്നതേ അല്ല. അപ്പം നിങ്ങൾക്ക് നോർമലി ഇപ്പം നിലവിളക്കൊക്കെ കത്തിച്ച് നാമമൊന്നും ജപിക്കാത്തവരാണെന്നുണ്ടെങ്കിൽ കാലും കൈയും മുഖവും കഴുകി ഫ്രഷായിട്ട് വന്നിട്ട് ബ്രഹ്മമുഹൂർത്ത വിളക്ക് കത്തിക്കാവുന്നതാണ്. വിളക്ക് കത്തിച്ചതിന് ശേഷം നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, നമ്മൾ ആ 5 ദീപവും കത്തിച്ചതിന് ശേഷം നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, ഇന്ന് വരെ എനിക്കെൻ്റെ ജീവിതത്തിൽ തന്നിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും ദൈവത്തിനും പ്രപഞ്ചത്തിനും നന്ദി. ഈ 2 വാക്കുകൾ ആ ഒരു ദീപം കത്തിച്ചുകൊണ്ടോ കത്തിച്ചതിന് ശേഷമോ പറയണം. നമ്മൾ നന്ദി പറയുകയാണ്. നമുക്ക് നല്ലൊരു ലൈഫ്, 2 കണ്ണുകൾ, അതുപോലെ 2 കാലുകൾ, 2 കൈകൾ തന്നതിന്, നല്ലൊരു കുടുംബം തന്നതിന്, നല്ല മക്കളെ തന്നതിന്, നല്ലൊരു ജോലി തന്നതിന്. അപ്പം ഇതിന് എല്ലാത്തിനും കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമ്മൾ ആദ്യം തന്നെ ഇത്രയും നാളത്തെ നമ്മുടെ ഈ ജീവിതത്തിൽ നമുക്ക് തന്നിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി, അത് പറയാൻ 1 സെക്കൻഡ് പോലും നമുക്ക് വേണ്ടി വരില്ല. അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത്, നിങ്ങൾ ആ ബ്രഹ്മമുഹൂർത്ത വിളക്ക് കത്തിച്ചിട്ട് ഒന്നെങ്കിൽ അവിടെ നിന്നുകൊണ്ട് അല്ലെങ്കിൽ അവിടെ ഇരുന്നു കൊണ്ട് 1 മിനിറ്റ് നമ്മളൊന്ന് വിഷ്വലൈസ് ചെയ്യുക. അതായത് ഒരുപാട് പേര് പറയുന്നൊരു കാര്യം, വിഷ്വലൈസ് ചെയ്യുമ്പം ഞങ്ങൾക്ക് കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല. ഒരു ദിവസം നന്നായി വിഷ്വലൈസേഷൻ ചെയ്യാൻ പറ്റി, പിറ്റേ ദിവസം നമുക്ക് വിഷ്വലൈസേഷൻ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളപ്പോൾ, അങ്ങനെ ചെയ്യാൻ പറ്റാത്തവർക്കും ഞാനിനി അടുത്ത പറയുന്ന മെത്തേഡ് ചെയ്യാവുന്നതാണ്. വിഷ്വലൈസേഷൻ എന്ന് പറയുന്നത്, നമ്മൾ ആഗ്രഹിച്ച കാര്യം നമ്മൾ നേടിയെടുത്തു എന്നാണ് വിഷ്വൽ ചെയ്യേണ്ടത്. അപ്പോൾ കുറേ പേരുടെ പറച്ചിൽ, അതായത് നമുക്കത് കിട്ടിയിട്ടില്ലാത്തത് കൊണ്ട് എൻ്റെ മൈൻഡിലോട്ട് അത് കയറി വരുന്നു എന്നുള്ളതാണ്. അപ്പം നമ്മൾ എങ്ങനെയാണ് വിഷ്വൽ ചെയ്യേണ്ടത്? ഇപ്പോൾ ഉദാഹരണം, നമ്മൾ ചിന്തിക്കുകയാണ്, ഇപ്പം ഞാൻ എൻ്റെ കാര്യം പറയുക. ഇപ്പോൾ എനിക്കൊരു 10 ലക്ഷം രൂപ കടമുണ്ട്. അപ്പോൾ എനിക്ക് ആ 10 ലക്ഷം രൂപ കടം വീടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ബ്രഹ്മമുഹൂർത്ത വിളക്ക് തെളിയിക്കുന്നത്. അപ്പം ഞാൻ എങ്ങനെ ചിന്തിക്കും? ഈ ദീപം കൊളുത്തി വെച്ച് പ്രപഞ്ചത്തിന് നന്ദിയും പറഞ്ഞിട്ട് ഞാൻ ചിന്തിക്കും, എൻ്റെ കയ്യിൽ ആ 10 ലക്ഷം രൂപ വരുന്നത്, നമുക്ക് ചിലപ്പം ഒരു രീതിയും ഇല്ലായിരിക്കും ആ ഒരു 10 ലക്ഷം രൂപ നമുക്ക് കിട്ടാൻ. പക്ഷേ നമ്മൾ ചിന്തിക്കുമ്പം, പണ്ടുള്ളവർ പറയുന്ന പോലെ, മലയോളം ചിന്തിച്ചെങ്കിലേ കുന്നോളം കിട്ടുകയുള്ളൂ. അപ്പം നമ്മൾ ചിന്തിക്കുമ്പോൾ ലാവിഷായിട്ട് അങ്ങ് ചിന്തിക്കുക, വിഷ്വൽ ചെയ്യുക. നമ്മുടെ കയ്യിലോട്ട് ആ 10 ലക്ഷം രൂപ കിട്ടുന്നത്, നമ്മളത് എണ്ണി നമ്മളത് കെട്ടി വാർഡ്രോബിലോ മണി ബാഗിലോ കൊണ്ടുപോയി സൂക്ഷിച്ച് വെക്കുന്നത്, ഇടയ്ക്കിടയ്ക്ക് ആ സന്തോഷം കൊണ്ട് അതെടുത്ത് നോക്കുന്നത്,
ആ പൈസയും കൊണ്ട് നമ്മൾ പണയം, അതായത് ബാങ്കിൽ അത് കൊണ്ടുവെക്കാൻ വേണ്ടി പോകുന്നത്, അങ്ങനെ നമ്മളുടെ കടം തീർന്ന് നമ്മൾ റിലാക്സ് ആവുന്നത്, ഇത്രയും കാര്യങ്ങളാണ് വിഷ്വലൈസേഷൻ. അത് 1 മിനിറ്റിനുള്ളിൽ തീരും. അപ്പം അവിടെ സംഭവിക്കുന്നത് നമ്മുടെ ബോഡിയിൽ ഒരു പോസിറ്റീവ് വൈബ്രേഷൻ ഉണ്ടാവും. ഇനിയിപ്പം നിങ്ങൾക്ക് വിഷ്വലൈസേഷൻ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ, വിഷ്വലൈസേഷൻ ചെയ്യുമ്പോൾ നെഗറ്റീവ് തോട്ട് മൈൻഡിൽ വരുന്നവരാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഭാഗം ഒന്ന് സ്കിപ്പ് ചെയ്തേക്കുക. സ്കിപ്പ് ചെയ്തിട്ട് ഇത് എല്ലാവർക്കും ചെയ്യാവുന്നതാണ്. ബ്രഹ്മമുഹൂർത്ത വിളക്ക് കത്തിക്കുന്ന എല്ലാവർക്കും, വിഷ്വലൈസേഷൻ ചെയ്യാൻ പറ്റുന്നവർക്കും പറ്റാത്തവർക്കും ഒക്കെ. ഇതാണ് ഇവിടുത്തെ ഏറ്റവും ഞാൻ പറഞ്ഞ ആ ഒരു റെമഡി എന്ന് പറയുന്നത്. അതായത് നിങ്ങളൊരു ബുക്ക് അല്ലെങ്കിൽ ഒരു A4 ഷീറ്റ് പേപ്പർ എന്തെങ്കിലും എടുക്കുക. റൂൾഡ് ആയിരിക്കരുത്, അൺറൂൾഡ് ആയിരിക്കണം. അതായത് പ്ലെയിൻ പേപ്പർ ആയിരിക്കണം, ലൈൻസ് ഉള്ള പേപ്പർ ആയിരിക്കരുത്. ഏറ്റവും നല്ലത് അങ്ങനത്തെ പേപ്പർ തന്നെയാണ്. എന്നിട്ട് നിങ്ങൾ ഗ്രീൻ കളറിൽ ഒരു പേനായും ആ കൂടെ എടുക്കണം. എപ്പോഴും നമുക്ക് ഈ വക കാര്യങ്ങൾ ചെയ്യാൻ ഗ്രീൻ കളറാണ് നല്ലത്. അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ ബ്ലാക്ക് കളർ ഒഴിച്ച് നിങ്ങൾക്ക് ഏത് കളർ പേന വേണമെങ്കിലും എടുക്കാവുന്നതാണ്. അങ്ങനെ ഒരു പേന എടുത്തിട്ട് ഒരേ ഒരു തവണ നിങ്ങളുടെ ആഗ്രഹം നിങ്ങൾ ആ ബുക്കിൽ എഴുതുക. മറ്റേത് ഞാൻ പറഞ്ഞത് 21 ടൈംസ് എഴുതുക എന്നുള്ളതാണ്. ഇവിടെ 21 ടൈംസ് ഇല്ല, വെറും ഒരേ ഒരു തവണ. ഇപ്പം ഞാൻ എഴുതുന്നത്, ഞാൻ ആഗ്രഹിച്ചതുപോലെ എനിക്ക് 10 ലക്ഷം രൂപ കിട്ടി എന്നുള്ളതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹം എന്താണെങ്കിലും അത് എത്ര സെൻറ്റൻസ് ആക്കി വേണമെങ്കിലും, ഇനിയിപ്പോൾ ഒരു പേജ് നിറച്ച് എഴുതണമെങ്കിൽ നിങ്ങൾക്ക് എഴുതാം. ഒരേ ഒരു ആഗ്രഹം മാത്രമേ പാടുള്ളൂ എന്നേ ഉള്ളൂ. ശ്രദ്ധിക്കേണ്ടുന്ന മറ്റൊരു കാര്യം, 48 ദിവസമാണ് നമ്മൾ ഈ ബ്രഹ്മമുഹൂർത്ത വിളക്ക് തെളിയിക്കുന്നത് എന്നുണ്ടെങ്കിൽ 48 ദിവസവും നമ്മൾ ഈ എഴുത്തെഴുതണം. എഴുതുമ്പം ആദ്യം എഴുതിയ അതേ ലൈൻസ് അതേപോലെ വേണം നമ്മൾ ബാക്കിയുള്ള ദിവസവും എഴുതാൻ വേണ്ടിയിട്ട്. ഒരു വാക്കിന് പോലും മാറ്റം വരാൻ പാടുള്ളതല്ല. അതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടുന്ന ഏറ്റവും സൂക്ഷ്മമായിട്ടുള്ള കാര്യമെന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ ചിലപ്പോൾ എഴുതുന്നത്, ഞാൻ ആഗ്രഹിച്ചതുപോലെ എനിക്ക് ഇന്ന കളറിൽ സ്വന്തമായി ഞാനൊരു വീട് വാങ്ങിച്ചു, ആ വീട്ടിൽ ഞാനും എൻ്റെ ഭർത്താവും മക്കളുമായി സന്തോഷത്തോടു കൂടി ജീവിക്കുന്നു. ഇങ്ങനെ ഒരു വാക്കാണ് നമ്മൾ ഫ്രെയിം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ 48 ഡേയ്സും ഇതേ വാക്യം ഇതുപോലെ തന്നെ വേണം നമ്മൾ എഴുതാൻ. അപ്പം ഫസ്റ്റ് ബ്രഹ്മമുഹൂർത്ത വിളക്ക് തെളിയിക്കുന്നു, നമ്മൾ നന്ദി പറയുന്നു പ്രപഞ്ചത്തിനും അതുപോലെ തന്നെ ഈശ്വരനും. ശേഷം വിഷ്വലൈസേഷൻ ചെയ്യാൻ പറ്റുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എഴുതുന്നതിന് മുൻപായിട്ട് ആ ഒരു കാര്യം വിഷ്വലൈസേഷനും കൂടി ചെയ്യാം. അങ്ങനെയല്ല, എഴുതിക്കൊണ്ട് നിങ്ങൾക്ക് വിഷ്വലൈസേഷൻ ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെയും ചെയ്യാം. വിഷ്വലൈസേഷൻ ചെയ്യാൻ പറ്റാത്തവരാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഭാഗം സ്കിപ്പ് ചെയ്ത് വിട്ടിട്ട് നിങ്ങൾക്കിത് എഴുതുക മാത്രം ചെയ്യാം. വെറും ഒരേ ഒരു തവണ മാത്രം നിങ്ങളുടെ ആഗ്രഹം, അതും ഞാൻ വീണ്ടും പറയുന്നു, ഒരേ ഒരു ആഗ്രഹം ഒരൊറ്റ തവണ മാത്രം എഴുതിയാൽ മതിയാവും. ബ്രഹ്മമുഹൂർത്തത്തിലല്ലാതെ മറ്റൊരു സമയത്തും നമ്മളിത് ചെയ്താൽ നമുക്ക് ഫലം കിട്ടില്ല. അതായത് 3:30ക്കും 5:30ക്കും ഇടയിലുള്ള ആ ഒരു പർട്ടിക്കുലർ ടൈമിൽ തന്നെ നമ്മൾ ഈ ഒരു കാര്യം ചെയ്യണം. ഇത് ചെയ്താൽ നിങ്ങൾക്ക് ചെയ്ത് ഒരു 15 മുതൽ 20 ദിവസത്തിനുള്ളിൽ നിങ്ങൾ എന്ത് കാര്യം സ്പെസിഫൈ ചെയ്താണോ എഴുതുന്നത് ആ കാര്യം നിങ്ങൾക്ക് നടന്ന് കിട്ടിയിരിക്കും. ഇത് പ്രൂവനാണ്. ഞാനും എൻ്റെ ഫ്രണ്ട്സും ഉൾപ്പെടെ 5 പേര് ചെയ്ത് ഞങ്ങൾക്ക് 5 പേർക്കും റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ടൈമിങ്ങിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. ചിലർക്ക് 3 ദിവസം കൊണ്ടും ചിലർക്ക് 10 ദിവസം കൊണ്ടും ചിലർക്ക് 40 ദിവസം കൊണ്ടുമാണ് റിസൾട്ട് കിട്ടിയിട്ടുള്ളത്. പക്ഷേ ഈ 48 ദിവസത്തിനുള്ളിൽ എല്ലാവർക്കും റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. വെറും 5 മിനിറ്റത്തെ കാര്യം മാത്രമേ ഉള്ളൂ. പക്ഷേ ഫലം തീർച്ചയായിട്ടും കിട്ടിയിരിക്കും. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. വീണ്ടും ഞാൻ പറയുകയാണ്, ഇതിന് ബ്രഹ്മമുഹൂർത്ത വിളക്ക് തെളിയിക്കുന്നതിന് പീരിയഡ്സ്, പുലവാലായ്മ എന്നതൊഴിച്ച് യാതൊരു വിധത്തിലുമുള്ള റെസ്ട്രിക്ഷൻസ് ഇല്ല. നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ചെയ്യാം. ഇനി ഇത് ചെയ്തിട്ട് കിടന്നുറങ്ങാമോ എന്ന് ചോദിക്കുന്നവർക്ക് അരമണിക്കൂർ ആ ദീപം കത്തി ഇരിക്കുന്ന സമയം വരെ നിങ്ങൾ ഉറങ്ങരുത്. അതിനുശേഷം നിങ്ങളുടെ ബോഡി നിങ്ങൾക്ക് അതിനനുവദിക്കുന്നില്ല, ഉറങ്ങണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഉറങ്ങാം. അങ്ങനെ ഉറങ്ങി എന്ന് പറഞ്ഞ് നിങ്ങളുടെ ആഗ്രഹം നടക്കാതെയും പോവില്ല. വളരെ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒന്നാണ് ഈ ഒരു കാര്യം. ഈ ഒരു സ്ക്രിപ്റ്റിംഗ് ടെക്നിക്ക് വഴി ബ്രഹ്മമുഹൂർത്ത വിളക്ക് തെളിയിച്ചിട്ട് നടക്കാത്ത കാര്യം നിങ്ങൾക്ക് നടന്നു കിട്ടിയിരിക്കും. 100% ഉറപ്പാണ്. എല്ലാവരും ഇതൊന്ന് ചെയ്തു നോക്കണം. എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ. ഓം ശരവണഭവ.